ഈ ഭൂമിയിൽ ഈ പ്രപഞ്ചത്തിന് നീതി ഇല്ലല്ലോ. കൊലപാതകികൾക്കല്ലേ നീതിയും ശക്തവുമുള്ളത്. അതേപോലെ അവൻ ഇനി ഈ കേസിൽ ജയിലിൽ പോയി ചെന്ന് ആട്ടിറച്ചിയും കോഴിയിറച്ചിയും ബിരിയാണിയും തിന്ന് അവ അടുത്ത കുട്ടികളെ കൊല്ലാനും അമ്മമാരെ പീഡിപ്പിക്കാനും സഹോദരിമാരെ പീഡിപ്പിക്കാനുമുള്ള ഇരട്ട ചങ്കൂറ്റുമായി കടന്നു വരും. കാര്യം അവൻ ആദ്യം കെട്ട ഭാര്യനെ ഇതുപോലെ മർദ്ദിച്ച് ആ കുട്ടി സംസാരിക്കാൻ വയ്യ തിരുതി കിടക്കുകയാണ്. അത് ആ ഒരു കഴിവ് അവന് പോലീസിന്റെ പിന്തുണ ഉണ്ടെന്നുള്ള ഒരു ധൈര്യത്തിലാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവൻ വിരലിട്ട് ഞങ്ങളെ ചീത്ത വിളിച്ച് കാണിച്ചു തന്നത്. ഇവള് ഈ വന്നത് എന്റെ മോനോടുള്ള ആത്മാർത്ഥ സ്നേഹം ഒന്നുമല്ല, ഈ ഞങ്ങളുടെ സ്വത്തിന് വേണ്ടി വന്നേന്. അത് അവൾ അവസാനവും ഞങ്ങളെ വീട്ടിൽ വന്ന് കള്ള കേസും കൂടെ എന്റെ ഭർത്താവിന്റെ പേരിന് കേസ് കൊടുത്തിരിക്കുന്നു. എന്തോ അവള് എന്റെ മോനെ കൊല്ലാൻ നേരത്തു എത്തിയെന്ന്. എന്റെ മോനെ പാലോട് സ്റ്റേഷനിൽ കേസും കൊടുത്തിട്ട് എന്റെ മോന്റെ കൊച്ചല്ല എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിത്തിരുന്നു. അവ ആ വണ്ടിയുടെ കൂടെ ഓടിയിട്ടില്ല വന്നില്ല. ഈ കൊച്ചിന് ഇത്രയും പീഡനങ്ങൾ ചെയ്ത് അവളൊരമ്മ, അവള് കുളിപ്പിക്കുമ്പോഴും ഡ്രസ്സ് മാറുമ്പോഴും ഇവൻ ചെയ്ത പീഡനങ്ങൾ കാണാതിരിക്കുവോ? കണ്ടിട്ടും അവള് എന്റെ പൊന്നുമോനെ ആ ക്രൂരത ചെയ്യണവനെ ഏൽപ്പിച്ചിട്ടാണ് അവള് പോയത്. ഈ എന്റെ കൊച്ചുമോനെ കൊന്ന കൊലയാളിയുടെ ഉമ്മയും സഹോദരിയും എന്റെ കൊച്ചിനെ അവിടെ ചെയ്ത പീഡനങ്ങൾ ബ്ലഡുകളെല്ലാം കഴുകി മാറ്റി. എന്നിട്ട് എൻ്റെ കൊച്ചിൻ്റെ കൈ കെട്ടിരുന്ന തുണികളും അല്ലാത്ത തുണികളും ഈ അടിച്ച കമ്പുകളും കൊച്ചിന് സിഗരറ്റ് ഇട്ട് കുത്തിയതും ആ ലൈറ്റർ ഇതെല്ലാം തെളിവിനെല്ലാം നശിപ്പിച്ച് കത്തിച്ചു കളഞ്ഞു. ഈ ഉമ്മയും സഹോദരി, ഉമ്മയും സഹോദരിയും പങ്കാണ്. കാര്യം അവസാനം ഞങ്ങൾ അറിഞ്ഞത് ഈ കൊച്ചു അവന്റെ ഉമ്മയുടെ വീട്ടിലാണ്, ഉമ്മയാണ് നോക്കണത്. ഈ അഖില ഡാൻസിന് പോയിരിക്കുകയാണ്, 4 ദിവസമായിരിക്കുന്നു. അപ്പോൾ ഈ കൊച്ചിന് ഇത്രയും പീഡനങ്ങൾ ചെയ്ത് അവളൊരമ്മ, അവളെ കുളിപ്പിക്കുമ്പോഴും ഡ്രസ്സ് മാറുമ്പോഴും ഇവൻ ചെയ്ത പീഡനങ്ങൾ കാണാതിരിക്കുവോ? കണ്ടിട്ടും അവള് എന്റെ പൊന്നുമോനെ ആ ക്രൂരത ചെയ്യണവനെ ഏൽപ്പിച്ചിട്ടാണ് അവള് പോയത്. അപ്പോഴും ഇവള് പ്ലാൻ കൂട്ടി ഇവള് അതിൽ പങ്കില്ല എന്ന് അഭിനയിക്കാൻ വേണ്ടി ഇവള് മനഃപൂർവ്വം ഡാൻസിന് പോയത്. എന്നിട്ട് അവൾ അവിടെ നിന്ന് വന്ന വഴിയില ഈ മരണം അറിഞ്ഞിട്ടും അവൾക്ക് ഉറക്കക്ഷീണമായിട്ട് അവള് പോയി ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷമാണ് എന്റെ പൊന്നുവന്റെ അടുത്ത് പോണത്. എന്തോ അവള് എന്റെ മോനെ കൊല്ലാൻ നേരത്തു എത്തിയെന്ന്. എന്റെ മോനെ പാലോട് സ്റ്റേഷനിൽ കേസും കൊടുത്തിട്ട് എന്റെ മോന്റെ കൊച്ചല്ല എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിത്തിരുന്നു. അവ ആ വണ്ടിയുടെ കൂടെ ഓടിയിട്ടില്ല അവള് വന്നില്ല. ചത്തോളയെന്ന് പറഞ്ഞോട്ടും അവള് വന്നില്ല. ആത്മഹത്യ ചെയ്യാൻ കഴുത്തിന് ഷാളും കെട്ടി വാഹിലേ എന്ന് വിളിച്ചിട്ട് പോലും അവള് വന്നില്ല. എന്നിട്ട് റേഷൻ കടയിൽ ഞാൻ പോയി. അവനെ ഈ പെറ്റ അമ്മയെ അവൻ വിളിച്ചിരുന്നെങ്കിൽ ഇന്ന് എന്റെ അപ്പയ്ക്ക് ഈ അവസ്ഥ വരൂലായിരുന്നു. ഞാൻ ഓടി വന്ന് എന്റെ അപ്പയെ ഞാൻ രക്ഷിച്ചിരുന്നു. അവക്ക് പല പല കാമുകന്മാരുള്ളത് കൊണ്ട് ധൈര്യത്തിൽ എന്റെ അപ്പീന്റെ മരണം അവളെ നോക്കി ആസ്വദിച്ചു. അഖില ഈ മരണത്തിന്റെ കൂടെ നിന്ന് ഈ മോൻ വിളിച്ചും കൊണ്ട് ഇവിടെ വന്ന് ഞങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്ത അവളെ എടുത്ത്. അതിനുശേഷം എന്റെ മോൻ ജോലിക്ക് പോകുമ്പോൾ ബാക്കിയുള്ള പയ്യന്മാരെ ചാറ്റ് ചെയ്യപ്പോ മെസ്സേജ് ആയി പോകുന്നു. എനിക്ക് എന്റെ മോന്റെ അടുത്ത് പറയാനും ഭയം, എന്റെ ഭർത്താവിന്റെ അടുത്ത് പറയാനും ഭയം. അങ്ങനെ ഞാൻ ഇത് മനസ്സിലൊതുക്കുന്നു. എങ്കിലും ഞാൻ എന്റെ കൂട്ടുകാരോടൊക്കെ ഞാൻ പറയായിരുന്നു, തൊഴിലുറപ്പ് സ്ഥലത്ത് അവൾക്ക് വേറെ അഫെയറുകൾ ഉണ്ടെന്നൊക്കെ ഞാൻ പറയായിരുന്നു. ഇവള് ഈ വന്നത് എന്റെ മോനോടുള്ള ആത്മാർത്ഥ സ്നേഹം ഒന്നുമല്ല, ഈ ഞങ്ങളുടെ സ്വത്തിന് വേണ്ടി വന്നേന്. അത് അവൾ അവസാനവും ഞങ്ങളെ വീട്ടിൽ വന്ന് കള്ള കേസും കൂടെ എന്റെ ഭർത്താവിന്റെ പേരിന് കേസ് കൊടുത്തിരിക്കുന്നു. ഞങ്ങൾ അവളവിടെ പീഡിപ്പിച്ച് അവൾ 25 ഉരുപ്പടി കൊണ്ടുവന്ന് 2.5 ലക്ഷം രൂപ ഇവിടെ കൊണ്ടുവന്ന് 1.5 ലക്ഷം രൂപ വരെ ഫർണിച്ചർ സാധനം കൊണ്ടുവന്ന് 1 ലക്ഷം രൂപ വരെ പ്രസന്റേഷൻ കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നെടുമങ്ങാട് കോടതി കേസ് കൊടുത്ത് ഞങ്ങൾ ഈ 2 വർഷം കൊണ്ട് കേസിന് പോകണം. ഒരു ദിവസം പോലും അവൾ ആ കേസിന് ഹാജരായിട്ടില്ല. അങ്ങനെ ഞങ്ങൾ തിരക്കിയപ്പോഴും അവർക്ക് ഒരു പുതിയ കാമുകയുണ്ട്, അവൻ്റെയോടൊപ്പം ജീവിക്കുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഈ കൊച്ചിനെ ആവശ്യപ്പെട്ടിട്ട് കൊച്ചിനെ പോലും ഞങ്ങൾക്ക് തരൂല. അങ്ങനെ ഞങ്ങളെ കൊച്ചിനെയും കൊന്ന് ഞാൻ പ്രസവിച്ച മോനെയും കൊന്ന് അവന്റെ കൊച്ചിനെയും കൊന്നു. ആ കൊലയാളി ഇന്ന് ഡാൻസ് മേഖലയിൽ അവള് തിളങ്ങുന്നു. ഒരു പൊന്നു മോന്റെ കൈയിനെ അടിച്ചോടിച്ച് പ്ലാസ്റ്റർ ഇട്ട് നീരും കയറി ആ കുഞ്ഞു വീട്ടിൽ വെള്ളത്തിനും ആഹാരത്തിനും മുലപ്പാലിനും പടയുമ്പോഴും അവൾ അവിടെ ആസ്വദിക്കുന്നു. ഇത് ഞാൻ എങ്ങനെ സഹിക്കും? എന്റെ ആദ്യത്തെ മോളെയും കൊന്നു. അത് ഇതുപോലെ കാട്ടാക്കട പന്നിയോടെന്നുള്ള സ്ഥലത്തുള്ള അതും അഖിലാണ്. വിളിച്ച് വിവാഹം കഴിഞ്ഞ് കൊണ്ടുപോയിട്ട് 1.5 വർഷം ജീവിച്ചിട്ട് അവന് വേറൊരു അഫെയർ ഉണ്ട്. അപ്പോഴൊരു ഫോൺ കോൾ വന്നു,
ആ ഫോണ് തട്ടിപ്പറിച്ച് അവൻ തലയിലടിച്ച് എന്റെ കൊച്ചും മരിച്ചിട്ട് പറഞ്ഞ് ആത്മഹത്യ ചെയ്തത്. കാട്ടാക്കട പന്നിയോട് സ്റ്റേഷനിൽ ഞാൻ പരാതി കൊടുത്തിട്ട് ഞാൻ മാനസിക രോഗി എന്നുള്ള ഒരു ഇതിൽ ആ കേസിനെ തള്ളിക്കളഞ്ഞു. പോട്ടെ, എനിക്ക് ഈ ഭൂമിയിൽ ഈ പ്രപഞ്ചത്തിന് നീതി ഇല്ലല്ലോ. കൊലപാതകികൾക്കല്ലേ നീതിയും ശക്തവുമുള്ളത്. അതേപോലെ അവൻ ഇനി ഈ കേസിൽ ജയിലിൽ പോയി ചെന്ന് ആട്ടിറച്ചിയും കോഴിയിറച്ചിയും ബിരിയാണിയും തിന്ന് അവ അടുത്ത കുട്ടികളെ കൊല്ലാനും അമ്മമാരെ പീഡിപ്പിക്കാനും സഹോദരിമാരെ പീഡിപ്പിക്കാനുമുള്ള ഇരട്ട ചങ്കൂറ്റുമായി കടന്നു വരും. അവളും ഇതുപോലെ തന്നെ. അവൾ ആഗ്രഹിച്ചതുപോലെ ഈ കുഞ്ഞിനെ ഒഴിവാക്കുമ്പോൾ അവൾക്ക് ഇങ്ങനെ പല പല അമ്മമാരെ കരയിപ്പിക്കാം. പല പല അമ്മമാർ പ്രതീക്ഷിച്ചിരിക്കുന്ന മക്കളെ കൊന്നിട്ട് അവൾക്ക് ആസ്വദിക്കുക. അതാണ് ഈ ഭൂമിയിൽ നടക്കുന്നത്. അതുകൊണ്ട് ഈ നിയമപാലകന്മാർക്ക് നിയമമായിട്ട് അതിനൊരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇങ്ങനെയുള്ളവന്മാരെ ജയിലിൽ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് തരി. അവന് ഉടുവസ്ത്രം പോലും ഇല്ലാതെ ഈ അമ്മേരെ എടുത്തോണ്ട് വാ, എന്റെ പൊന്നുമോൻ അവൻ എന്തൊക്കെ അത് ഞാൻ ചെയ്ത ഞാനും കൂടെ ഒന്ന് ആസ്വദിക്കട്ടെ. ഞാൻ ഈ 9 വർഷം കൊണ്ട് ഞാൻ ഈ ഭ്രാന്ത് ഗുളിയല്ലേ തിന്നണത്. എനിക്ക് ഒരു സന്തോഷവും ഇല്ല, ഒരു ആസ്വാദവും ഇല്ല. ഞാൻ മൃഗങ്ങളോടെയാണ് 24 മണിക്കൂറും ജീവിക്കണം. ആട്, പട്ടി, പൂച്ച ഇവരോടൊക്കെയാണ് ഞാൻ ജീവിച്ച് എന്റെ സന്തോഷം കണ്ടെത്തുന്നത്. അപ്പോഴെനിക്ക് ലാസ്റ്റ് ഘട്ടത്തിൽ എനിക്കൊരു പൈതലുണ്ടെന്നുള്ള ഒരു സന്തോഷം ഞാൻ എന്റെ ഹൃദയത്തിൽ തന്നത് ഈ കൊലയാളി സ്ത്രീയാണ് അഖില എന്ന് പറഞ്ഞോളൂ. അതിനെ ആ കുരുന്നിന്റെ ജീവനും കൂടെ അവളെടുത്ത്. അപ്പോഴും എവളെയും നിങ്ങൾ എനിക്ക് തരും ശിക്ഷിക്കായി. അവനെ ഞാൻ കൊന്ന് ഞാനും അങ്ങ് തീരാ. ഇനി എനിക്ക് പിന്നെ ഭൂമിയിൽ ഒന്നുമില്ല, ഇനി ഒന്നും എനിക്ക് കാണണ്ട. ഞാൻ സന്തോഷം കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ പൊന്നുമോനെ കൊന്നവനെ അതുപോലെ കൊല്ലണം കാണാൻ. അത് നിങ്ങൾ ചെയ്യൂല. ഇത് കുറെ ദിവസം കഴിയുമ്പോ ഈ ചൂടൊക്കെ അങ്ങ് പോവും. ഞാൻ ഫോൺ എടുത്താ ഞാൻ ഈ വീട്ടിൽ ഒറ്റയ്ക്കാണ്. എന്റെ ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുന്ന രാത്രി 7 മണിക്കാണ്. ഈ ഫോണിൽ ഞാൻ ഓരോ പിഞ്ചു മക്കളും ഓരോ സഹോദരിമാരും ഓരോ അമ്മമാരും പീഡിപ്പിച്ച് കരയണത് കണ്ട് ഈ ഹാളിൽ ബോധം കെട്ട് ഞാൻ അവിടെ കിടക്കും. എന്നിട്ട് ഞാൻ തന്നെ ബോധം വീണ് ഞാൻ തന്നെ എണീക്കണ അവസ്ഥയിലാണ് ഞാൻ അവിടെ കിടക്കും. എന്നിട്ട് ഞാൻ ഓരോ കുട്ടികളെ ഞാൻ കണ്ണീരൊഴിച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് എനിക്ക് ആ അവസ്ഥ ദൈവം കൂടെ തന്നു. വീണ്ടും എനിക്ക് ദൈവം കണ്ണീരാണ് തന്നത്. അതുകൊണ്ട് ദൈവവും വിധി എഴുതൂല. നമ്മള് കഷ്ടപ്പെട്ട് വോട്ടിട്ടിരിക്കുന്ന മന്ത്രിമാരും അതിനൊരു തീരുമാനം എടുക്കൂല. ഗൾഫിൽ മാത്രമേ നിയമമുള്ളൂ. അവർ ഏത് തെറ്റ് ചെയ്യണം ആ തെറ്റിലാണ് ഗൾഫിലെ മരണം ശിക്ഷ കൊടുക്കുന്നത്. ഇവിടെ അതല്ല. ഇവിടുത്തെ വിധി എന്ന് പറയണത് ഇന്ന തെറ്റ് ചെയ്യണത് ഒന്നിൽ ജാതി നോക്കും. അയ്യോ അതെന്റെ ബന്ധുവാണ്, അതുകൊണ്ട് അവനെ നമുക്ക് ഇനി പുറത്താക്കണം. അതിനുള്ള കള്ളക്കേസും അതിനുള്ള ആളുകളും കൂടെ അങ്ങ് ഇറങ്ങും. ആ ഒരു പരിഗണനയിൽ ആ കേസ് അങ്ങ് കളയും. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഈ നെടുമങ്ങാട് സ്റ്റേഷനിൽ നിന്നപ്പോൾ വിരലുകൊണ്ട് പള്ളു കാണിക്കുകയാണ്. ഞങ്ങൾക്ക് അവൻ ഇങ്ങനെ കാണിച്ചു തരാന്നാണ് അവിടെ നിന്ന് അവൻ കാണിച്ചിരിക്കണം. അത്ര ചങ്കൂറ്റത്തിലാണ് അവൻ പോയത്. കാര്യം അവൻ ആദ്യം കെട്ട ഭാര്യനെ ഇതുപോലെ മർദ്ദിച്ച് ആ കുട്ടി സംസാരിക്കാൻ വയ്യ തിരുത്തി കിടക്കുകയാണ്. ആ ഒരു കഴിവ് അവന് പോലീസിന്റെ പിന്തുണ ഉണ്ടെന്നുള്ള ഒരു ധൈര്യത്തിലാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവൻ വിരലിട്ട് ഞങ്ങളെ ചീത്ത വിളിച്ച് കാണിച്ചു തന്നത്. മനസ്സിലായ? അപ്പോഴേ ഞങ്ങൾ വിധി എഴുതി വെച്ചിരിക്കുക തന്നെ, ഇതും ഞങ്ങൾക്ക് കണ്ണീരാണ് ഇനി കിട്ടാൻ പോണത്. ഈ കണ്ണുനീരാണ് ഞങ്ങൾക്ക് കിട്ടണതെങ്കിൽ നിയമം തരാത്ത ശിക്ഷ ഞങ്ങൾ കൊടുക്കും. അഷ്കറിന്റെ കുടുംബവും സഹോദരി അമ്മയും എന്തിനായിരിക്കും ഈ കുഞ്ഞിനെ, ഇത്രയും ഒരു പിഞ്ചു കുഞ്ഞിനെ ഇങ്ങനെ ചെയ്യാനായിട്ട് കൂട്ടുന്നത്, അല്ലെങ്കിൽ അഖില അതിനെ കൂട്ടുന്നത് എന്തിനു വേണ്ടിയായിരിക്കും? ഈ ഞങ്ങളുടെ കോടതിയിൽ കേസ് അഖിലയുടെ അമ്മ കൊടുപ്പിച്ചത്, ആ കേസ് കൊടുപ്പിച്ചതിൽ ഈ ഒരു ദിവസം ഈ അഖിലയുടെ കാമുകം പറഞ്ഞത് ഈ കേസ് എങ്ങനെയെങ്കിലും ഒത്തീർപ്പാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോഴെന്റെ ഭർത്താവ് പറഞ്ഞു കേസിന്റെ വഴിക്ക് പോട്ട് കുഞ്ഞിന്റെ കാര്യത്തിൽ നമുക്ക് തീരുമാനം എടുക്കാനുണ്ട് എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു അത് ഞാൻ വിട്ടുതരൂല. അവർക്ക് അങ്ങനെ അവർ തീരുമാനം, അവർക്ക് ഈ സ്വത്തിന്റെ ഇതില് അവർ ഐഡിയ ഇട്ട് ഞങ്ങൾക്ക് അഖില പറഞ്ഞതും കുഞ്ഞിനെ പൂർണ്ണമായി തരൂല എന്നാണ് അവള് പറഞ്ഞത്. അപ്പൊ ഈ പൂർണ്ണമായി തരൂല എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അവർ ഞങ്ങളുടെ സ്വത്താണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ ഇവരെല്ലാരും കൂടി പ്ലാൻ ഇട്ട് ഞങ്ങളെ ഇവിടെ പിന്നെ വേറെ അവകാശികളില്ല. അപ്പോൾ ഈ കൊച്ചിനായിട്ട് ഇങ്ങനെ വില പേശി കൊച്ചിനെ പീഡിപ്പിക്കുമ്പോൾ ഞങ്ങൾ ഇതെല്ലാം വിട്ടങ്ങ് എഴുതി കൊടുക്കും. ഇതാണ് അത് തെറ്റിയെന്നവർക്ക് മനസ്സിലായി. അത് എന്റെ ഭർത്താവ് പറഞ്ഞല്ലോ, കേസിന്റെ വഴിക്ക് പോട്ടെ എന്ന് പറഞ്ഞപ്പോ അവർക്കത് മനസ്സിലായി സംഗതി പോയെന്ന്. അതുകൊണ്ടാണ് അപ്പൊ ഇനി ഞങ്ങളും വളർത്തി ആസ്വദിക്കേണ്ട. അവൻ ഒരുപാട് കാര്യങ്ങൾ അവൻ ചെയ്ത് വിജയിച്ച് നിൽക്കുകയില്ലേ. അതുകൊണ്ട് അവനെ രക്ഷിക്കാൻ പോലീസുണ്ട്, അവൻ ആളുകളുണ്ട്.
അതുകൊണ്ട് അവ അത് ചെയ്തു. ഇതാണ് യഥാർത്ഥ സത്യം. അവന് പിന്തുണയുണ്ടല്ലോ, അതുകൊണ്ടല്ലേ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവൻ വിരലിൽ ആംഗ്യം കാണിച്ച് ചീത്ത വിളിച്ച് ഞങ്ങളെ തളർത്തിയത്. തളരൂല. ഞങ്ങൾക്ക് വേദനയും ദുഃഖവും ഉണ്ട്, പക്ഷെ ഞങ്ങൾ ഈ വിധിയും കൂടെ കാത്തിരിക്കുകയാണ്. ഈ വിധി നിയമപാലകന്മാർ ഈ വിധി നടത്തിയില്ലെങ്കിൽ ഇവിടെ പല രക്ഷകർത്താക്കൾ ഒതുങ്ങി പെരക്കകത്തിരിക്കാൻ പോലെ അല്ല ഞങ്ങൾ ചെയ്യും. ഞങ്ങൾക്ക് തിരിഞ്ഞും പൊരിഞ്ഞും ഒന്നും നോക്കാനില്ല. കേരള സർക്കാർ കൂടെ നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഈ നടന്നുപോയ കാര്യങ്ങളിൽ ഒരു അമ്മമാർക്കും ഒരു സഹോദരിമാർക്കും ഒരു പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് നീതി കിട്ടാത്തത് കൊണ്ട് ഉറപ്പില്ല.